ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശി കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, ആദർശമോൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല, അതുകൊണ്ടാണല്ലോ മുത്തശ്ശനും അവനെ പിന്തുണച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നത്. ഈ കാര്യം ആദ്യം അറിഞ്ഞത് തന്നെ നയനമോളായിരുന്നു. എന്നിട്ട് നയനമോളും ആദർശിൻ്റെ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്തേ, അങ്ങനെ വേണ്ടേ എല്ലാവരും ചെയ്യാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ട് കയറി വരും. ആദർശ് ആ കട്ടക്കലപ്പിലാണല്ലോ കയറി വരുന്നത്. ആദർശ് അങ്ങോട്ട് വരുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചന്തുമോളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞത്, അത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു പറയും. പക്ഷേ ആദർശ് ഇതൊന്നും മൈൻഡാൻ പോകുന്നില്ല. ഉടനെ ആദർശ് പറയും, നീ ഒന്ന് വന്നേ അകത്തോട്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് നയനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകണം. അകത്ത് ചെല്ലുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട്. നിർത്തേനുടനെ അഭിക്കട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ആദർശ്. അഭിയൊന്ന് നിന്ന് പരുങ്ങുകയും ചെയ്യും. അത് അവിയ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, അവിയെ നോക്കുന്നതും അഭി ഇങ്ങനെ പരുങ്ങുന്നതും ഒക്കെ. നിർത്തേന് ആദർശിനോട് എല്ലാവരും നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകും. അപ്പോൾ അയാളോട് നവ്യ ചോദിക്കും, എന്താ അയാളെങ്ങനെ നോക്കിയെന്ന്. എനിക്കറിയത്തില്ല അവൻ എന്തിനാണ് നോക്കിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് വരണ്ട് തന്നെ നിൽക്കുകയാണ് അഭി. ദേവയാനി ജയനുമാണ് ആകെ ടെൻഷനിലും സങ്കടത്തിലൊക്കെ. എല്ലാവരും ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേന് സങ്കടത്തിലാണ് ഇവർ നിൽക്കുന്നത്. അന്നേരം നയനയും ആദർശം നേരെ ചെല്ലുന്ന മുത്തശ്ശൻ്റെ അടുത്തിട്ടാണ്. അന്നേരം മുത്തശ്ശനോട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ഇവിടുത്തെ ഈ ഫംഗ്ഷന് മാറി നിന്നൊന്നുമല്ല, എല്ലാവരും എന്നെ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞു കാണും, പക്ഷേ ഞാനൊരു റിസൾട്ട് മേടിക്കാൻ പോയതായിരുന്നു, ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന്. എന്തായാലും ഞാനല്ല എന്ന് തെളിഞ്ഞെന്ന് പറയും. ഉടനെ മുത്തശ്ശൻ പറയും, അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല, നീ അല്ലെന്നുള്ള കാര്യം എനിക്ക് അന്നേരം തന്നെ മനസ്സിലായതാണല്ലോ എന്ന് പറയും. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, അഭിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയും. അപ്പോഴും മുത്തശ്ശനൊന്നും ഞെട്ടുന്നില്ല. മുത്തശ്ശൻ ഉടനെ പറയും, അതും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങളും ഒരുക്കിയത് അവനാണെന്ന് എനിക്ക് അന്നേരം സംശയം ഉണ്ടായിരുന്നു പറയും. നയനെയാണ് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഒരു ഞെട്ടലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉടനെ ആദർശ് പറയും, എന്തായാലും എന്നെ ഇങ്ങനെ കരിവാരത്തേക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇതുപോലുള്ള ഒരു തെറ്റ് ചെയ്തിട്ട് അവൻ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയും ഞാൻ എല്ലാവരുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട മോനെ, ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇപ്പം അനഘയ്ക്ക് വന്ന ആ സംഭവം തന്നെ കാരണം അഭിയായിരുന്നിരിക്കും, ഇനിയിപ്പം ആ കുഞ്ഞിനെയും കൂടെ അവൻ ഇല്ലാതാക്കും, ആ കുഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസമാണ്, അതുകൊണ്ട് ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ, അതുകൊണ്ട് നീ ഈ കാര്യങ്ങളൊന്നും പറയണ്ട, അവൻ ചിലപ്പോൾ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയും പറയും, വേണ്ട ആദർശേട്ടാ, നമുക്ക് ഇതൊന്നും പറയണ്ട ആരോടും, എന്തായാലും നവ്യേച്ചിയാണല്ലോ സന്തോഷത്തിലല്ലേ ഇവിടെ വന്നത്, ഇനിയിപ്പോൾ ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യേച്ചിയും തിരിച്ച് അന്നേരം പോകും അമ്മയുടെ അച്ഛൻ്റെയും കൂട്ടത്തിൽ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ, നവ്യേച്ചി ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്നിരിക്കും എന്നൊക്കെ ഉള്ള പരുവത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് എല്ലാം സഹിച്ചോളാൻ ആദർശനോട് പറയും. അന്നേരം മുത്തശ്ശനും പറഞ്ഞിട്ടും ആദർശ് പറയും, പറ്റത്തില്ല, എനിക്കങ്ങനെ അവൻ്റെ വീഴ്പ്പ് ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല മുത്തശ്ശ, അവന് ഞാൻ പറയുമെന്ന് പറയും. ഉടനെ മുത്തശ്ശൻ നെഞ്ചിൽ കൈയും വെച്ച് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായ പോലെ കട്ടിലിട്ടങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഓടിച്ചെന്ന്, എന്താ മുത്തശ്ശ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. മോനെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇതുവരെ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതുകൂടെ അനുസരിക്കണം എനിക്ക് വേണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ആദർശം മനസ്സില്ലാ മനസ്സോടെ അങ്ങ് ശരിയെന്ന് പറയും. നീ ആ കുഞ്ഞിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് ആദർശ് പറയും. എന്നെ നയനയും പറയും, മുത്തശ്ശൻ്റെ വാക്കിന് അപ്പുറത്തോട്ട് നമുക്കൊരു വാക്കില്ലല്ലോ, അതുകൊണ്ട് ആദർശേട്ടൻ മുത്തശ്ശനെ അനുസരിച്ച് ഈ കാര്യമെല്ലാം മനസ്സിൽ വെച്ചോണ്ടെങ്കിൽ ഇരുന്നോളാൻ പറയും. അന്നേരത്തേനും ആദർശ് സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയം ഗോവിന്ദനും കനകയൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്നാലും എല്ലാവരുടെ മുമ്പിൽ തലയുയർപ്പോടെയാണല്ലോ അയാൾ നിന്നിരുന്നത്, ഇന്നിപ്പോൾ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും ഇന്ന് ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറി നിന്നതെന്ന്. അപ്പം ജലജയം പറയും, ശരി, അവൻ അങ്ങനെ മാറി നിന്ന് എല്ലാവരുടെയും വക ക്വസ്റ്റ്യൻസൊക്കെ സഹിക്കാൻ പറ്റിയില്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശും നയനയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ജലജ ചോദിക്കും, എന്താടാ നീ ഇന്ന് ഈ ഫംഗ്ഷൻ നടന്ന സമയത്ത് നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഞാനൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു എന്ന് പറയും. എന്നാലും നീ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാതെ പോയതിന് കാരണം എല്ലാവരുടെയും കയ്യിൽ നിന്നും പല ക്വസ്റ്റ്യൻസും വരുമല്ലോ എന്ന് അഭിമുഖീകരിക്കാൻ പറ്റിയില്ലാഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ എഴുന്നേറ്റ് വന്നിട്ട് പറയും, എന്തായാലും ആദർശമോനൊന്ന് വന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ എന്നെ പറയുന്നുണ്ട്, അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ എന്ന്, അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് എന്നാലും മോനോടൊന്ന് സംസാരിക്കണം വാ എന്ന് പറഞ്ഞുടനെ ആദർശിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഗോവിന്ദൻ. അന്നേരം കനക ഭയങ്കര കരച്ചിലാണ് നയനയുടെ കൈ പിടിച്ച്, എന്നാലും ആദർശൻ മോൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മോളെ എന്നൊക്കെ പറഞ്ഞ്. അന്നേരത്തേന് ഉടനെ ജാനകി പറയുന്നുണ്ട്, ശരിയാ, അവനിങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ലായിരുന്നു, അങ്ങനത്തെ തെറ്റല്ലേ അവൻ വലിയ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പം ജലജയം പറയുന്നുണ്ട്, എൻ്റെ മോനാണ് പെണ്ണുപിടിയൻ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവൻ ചെയ്യുന്നതിനെക്കാട്ടി വലിയ തെറ്റല്ലേ ഇപ്പം ആദർശ് ചെയ്തിരിക്കുന്നതൊക്കെ ചോദിക്കും. ഉടനെ അനി പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ആരും ആദർശേട്ടനെ വിമർശിക്കാനൊന്നും വാരണ്ടെന്ന്. പിന്നെ എന്താടാ അവനിങ്ങനെ ഈ തെറ്റൊന്നും നിഷേധിക്കാതിരിക്കുന്നതെന്നൊക്കെ ജാനകിയും ചോദിക്കുന്നുണ്ട്. ദേവയാനിക്കാണെങ്കിൽ ആകെ സങ്കടമാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ആദർശിനോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും മോൻ നയനമോളോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി, മോൻ ഇങ്ങനെ ഒരു
ബന്ധവും ഇതുപോലൊരു കുട്ടിയൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കളെ ആരെയും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നവിയെ കല്യാണം ആലോചിച്ച് വന്നിട്ടാണല്ലോ പിന്നെ നയനെ കെട്ടേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, ആദർശേട്ടനെ കുറ്റപ്പെടുത്തണ്ട അച്ഛാ. ആദർശേട്ടൻ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോൾ ആദ്യം എന്നോടാണ് വന്ന് പറഞ്ഞത്. എനിക്ക് ഈ മാപ്പപേക്ഷയൊക്കെ സ്വീകാര്യമായിരുന്നു. ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ട് തീരുമാനിച്ചെടുത്തു. അതുകൊണ്ട് ഇനി അച്ഛൻ കുറ്റപ്പെടുത്തരുത്. അങ്ങനെ ഒരു തെറ്റ് പോയി എന്നുള്ള കാര്യം ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശന് അങ്ങ് സങ്കടം ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഈ നയന ഇരുന്ന് അങ്ങ് കള്ളം തന്നെ പറയുകയാണ്. ഒരുപാട് അങ്ങ് അപമാനിക്കുകയാണല്ലോ ശരിക്കും ആദർശിനെ. അപ്പോൾ ആദർശിന് സങ്കടം വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. ഇതെല്ലാം പറയണമെന്നുണ്ട്. പക്ഷേ അച്ഛനെ വിഷമിപ്പിക്കേണ്ട, ചേട്ടത്തിയുടെ ജീവിതം തകരണ്ട എന്നൊക്കെ പറഞ്ഞ് നയനെ ഒരുപാട് കള്ളങ്ങൾ അങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ്. നന്മ മരം കളിക്കുന്ന നയനയുടെ വായിൽ നിന്ന് കള്ളത്തരങ്ങൾ മാത്രമേ വരത്തുള്ളൂ. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും കെട്ടുറപ്പിന് വേണ്ടിയാന്നൊക്കെ പറഞ്ഞാണ് പറയുന്നതെങ്കിലും നമുക്ക് ശരിക്കും ദേഷ്യം വരും നയനയുടെ സ്വഭാവം കാണുമ്പോഴത്തേന്. അപ്പോഴത്തേന് നയന ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഗോവിന്ദൻ എന്നാലും ആദർശനോട് ദേഷ്യപ്പെട്ട് തന്നെയാണ് അകത്തേക്ക് പോകുന്നത്. അന്നേരം നയന ആദർശനോട് പറയും, എന്തായാലും ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കും മുത്തച്ഛനും ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അത് ഓർത്തൊന്ന് സങ്കടപ്പെടുത്തണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അകത്തേക്ക് അങ്ങ് പോകും. ആദർശനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തച്ഛൻ റൂമിലേക്ക് വന്ന് മുത്തച്ഛനോട് പറയുന്നുണ്ട്, എന്തായാലും ആദർശമോനെ എല്ലാവരും ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ടെന്ന്. ഇങ്ങനൊരു ഫംഗ്ഷനായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറഞ്ഞേനോ എന്ന് പറയും. അപ്പം മുത്തശ്ശിക്ക് അഭിയോ, അതെ അവൻ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ, അവനായി ഈ ചതിയെല്ലാം ചെയ്തെന്ന് പറയും. എന്നാലും അവൻ എന്തെല്ലാം ചതിയെ ചെയ്ത്, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി. അപ്പം നയനെ അങ്ങോട്ട് വന്ന് പറയും, എന്തായാലും അച്ഛനും അമ്മയും ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടാണ് പോയെന്നൊക്കെ പറയും. ഞാൻ അവരെ ആശ്വസിപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. വേണ്ട മുത്തശ്ശി, അവരങ്ങ് പോയി. ആഹാരം പോലും കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് അവരങ്ങ് പോയി. ഞാൻ പറഞ്ഞപ്പോഴേലും ആശ്വസിപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അഭി ഇപ്പം നവിയേച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് അവർ പോയത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരുടെ ജീവിതം കളയണ്ട. ഇപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവിയേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇപ്പം തന്നെ അമ്മയുടെ അച്ഛൻ്റെ പുറകെ തന്നെ പോകുമല്ലോ. അങ്ങനെ അവരുടെ ജീവിതവും നശിക്കേണ്ട, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ആദർശാണെങ്കിൽ എല്ലാം തകർന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.